ഹായ്, പുതിയ ടോപ്പിക്കാണ് കൺവേർട്ടിംഗ് ഡബിൾ ഇന്റഗ്രൽസ് ഫ്രം റെക്ടാങ്കുലർ ടു പോളാർ കോർഡിനേറ്റ്സ്. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിൽ കിടക്കുന്നതിന് നമുക്ക് പോളാറിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് ആർ കോസ് തീറ്റ എന്നും വൈക്ക് ആർ സൈൻ തീറ്റ എന്നും കൊടുക്കും. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കിടക്കുന്നതിന് പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ എക്സിന് ആർ കോസ് തീറ്റ എന്നും വൈക്ക് ആർ സൈൻ തീറ്റ എന്നും കൊടുക്കും. ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ. ഇതിനൊരു കുറച്ച് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. നമുക്കിത് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ടൈപ്പിൽ ആദ്യ ക്വസ്റ്റൻ ആണ് ബൈ കൺവേർട്ടിംഗ് ഇൻ ടു പോളാർ കോർഡിനേറ്റ്സ് ഇവാലുവേറ്റ്. നമുക്ക് പോളാറിലോട്ട് മാറ്റിയിട്ട് വേണം ഇത് കണ്ടുപിടിക്കാനായിട്ട്. എന്താണ് ചെയ്തത്? പോളാറിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ എക്സിന് പകരം ആർ കോസ് തീറ്റ, വൈക്ക് പകരം ആർ സൈൻ തീറ്റ, ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സിന് എന്താണ്? ആർ കോസ് തീറ്റ, വൈക്ക് ആർ സൈൻ തീറ്റ, ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ ഇത്രയും ഫോർമുല പോലെ പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്താവും? ഇന്റഗ്രൽ -1 to 1 ഇന്റഗ്രൽ 0 to √1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ റൈസ് ടു 3/2 ഡി വൈ ഡി എക്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതെന്താവും? എക്സിന് ആർ കോസ് തീറ്റയും വൈക്ക് ആർ സൈൻ തീറ്റയുമാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? എന്ന് വെച്ചാൽ ആർ സ്ക്വയർ അല്ലേ? ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്താവും? ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം ആർ സ്ക്വയർ റൈസ് ടു 3/2 ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ. ഇതല്ലേ? നമുക്ക് ലിമിറ്റ് കൊടുക്കാം. എന്താണ് ആർ സ്ക്വയർ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ? ആർ സ്ക്വയറിന്റെ റൂട്ടിന്റെ ക്യൂബ് എന്നാണ്. ആർ സ്ക്വയറിന്റെ റൂട്ട് ആറാണ്. ആർ ക്യൂബ് ഒരു ആർ കൂടെ വരുമ്പോൾ ആർ റൈസ് ടു 4 ആയി. ഡബിൾ ഇന്റഗ്രൽ ആർ റൈസ് ടു 4 ഡി ആർ ഡി തീറ്റ. ഇനി എന്തും കൂടെ വേണം? ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റും കൂടെ വേണം. ലിമിറ്റ് നമുക്ക് നോക്കാം. ഇതെന്താണ് ഈ റീജിയൻ? ഫിഗർ എന്ന് വരച്ച് നോക്കാം. y = 0 എന്ന് പറയുന്നുണ്ട്. y = 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസ്. y = 0 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ആണ്. പിന്നെ എന്താണ്? y = √1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? y = √1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് y സ്ക്വയർ = 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ = 1 എന്നാണ്. അതെന്താണ്? 0 0 സെന്ററും 1 റേഡിയസും ഉള്ള സർക്കിൾ അല്ലേ? വരയ്ക്കാം. 0 0 സെന്ററും 1 റേഡിയസും ഉള്ള സർക്കിൾ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ = 1. ഇനി എന്ത് പറയുന്നുണ്ട്? x = -1ഉം x = 1ഉം. x = -1 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് -1 ആണ്, ഈ പോയിന്റ് 1 ആണ്. അപ്പൊ എന്താണ്? x = -1. ഇതേ ഒരു സ്ട്രൈറ്റ് ലൈൻ x = 1. ഇത്രയും ബൗണ്ട് തരുന്ന റീജിയൻ ഏതാണ്? ഇതാ ഈ സർക്കിൾ പറയുന്നുണ്ട്. ഇതാ ഈ y = 0 പറയുന്നുണ്ട്. അപ്പൊ ഈ അപ്പർ ഹാഫ് മാത്രമല്ലേ? സർക്കിൾ കംപ്ലീറ്റ് ഉണ്ടോ? സർക്കിൾ കംപ്ലീറ്റ് ഇല്ല. അപ്പർ ഹാഫ് മാത്രമേ ഉള്ളൂ. എക്സ് ആക്സിസ് പറയുന്നുണ്ട്, പിന്നെ ആ സർക്കിൾ പറയുന്നുണ്ട്, -1 to 1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്പർ ഹാഫ് മാത്രമാണ്. അപ്പൊ ഈ ഷേഡർ റീജിയൻ ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ആറും തീറ്റയും എന്താണ്? ആറ് എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് വേരീസ് ഫ്രം റേഡിയസ് എന്താണ്? 1 അല്ലേ? 1 റേഡിയസ് ഉള്ള സർക്കിൾ. അപ്പൊ റേഡിയസ് എന്താണ്? ആർ വേരീസ് ഫ്രം 0 to 1 അല്ലേ? തീറ്റ ആണെങ്കിലോ ഇവിടെ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പാണ് എടുക്കുന്നത്. ഈ ആംഗിൾ ആണ് തീറ്റ. തീറ്റ വേരീസ് ഫ്രം എങ്ങനെയാണ്? 0 to 180 അല്ലേ? തീറ്റ വേരീസ് ഫ്രം 0 to 180. 180 എന്ന് പറഞ്ഞാൽ പൈ. 0 to പൈ. ലിമിറ്റ് കിട്ടി കഴിഞ്ഞു. ഇവിടെ ഫുൾ സർക്കിൾ ഇല്ല, ശ്രദ്ധിച്ചോളണം. റേഡിയസ് എന്താണ്? ആർ വേരീസ് ഫ്രം 0 to 1 റേഡിയസ് ഉള്ള സർക്കിൾ ആണ്. അപ്പൊ ആർ വേരീസ് ഫ്രം 0 to 1. തീറ്റ വേരീസ് ഫ്രം സർക്കിളിന്റെ അപ്പർ ഹാഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 0 to പൈ, 0 to 180 ഡിഗ്രി വരെ. അതുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. ആറിലെ അകത്ത്, അപ്പൊ 0 to 1 അകത്ത്, തീറ്റ വെളിയിലാണ്. അപ്പൊ തീറ്റയുടെ ലിമിറ്റ് 0 to പൈ ഔട്ടർ ലിമിറ്റ് ആണ്. നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ 0 to പൈ എന്താണ്? r/4ന് വിത്ത് റെസ്പെക്ട് ടു r5/5 ആണ്. ലിമിറ്റ് 0 to 1 ആണ്. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ ഉണ്ട്. അപ്പൊ എന്ത് വരും? 1/5 എന്ന് കിട്ടും.
1/5 ഇന്റഗ്രൽ 0 to പൈ ഡി തീറ്റ. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഡി തീറ്റ? വെറും തീറ്റയാണ്. 0 to പൈയും കൂടെ വരും. അപ്പൊ എന്താണ് ആൻസർ? π/5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് യൂസിങ് പോളാർ കോർഡിനേറ്റ്സ്. പോളാറിലോട്ട് മാറ്റി വേണം നമുക്ക് ചെയ്യാൻ. എന്താണ് പോളാറിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ? by putting x equal to r cos theta, y equal to r sin theta, dx dy equal to r dr d theta. അപ്പോൾ എന്താവും? ഡബിൾ ഇന്റഗ്രൽ yക്ക് പകരം എന്താണ്? yക്ക് പകരം r sin theta, yക്ക് പകരം r sin theta. എന്താണ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ? എക്സിന് ആർ കോസ് തീറ്റയും വൈക്ക് ആർ സൈൻ തീറ്റയും ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർ ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ആർ സ്ക്വയർ വെളിയിൽ എടുക്കുമ്പോഴത്തേക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. ബാക്കി എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ആർ സൈൻ തീറ്റ ആർ സ്ക്വയർ ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ അല്ലേ? അപ്പൊ എന്താവും? ഡബിൾ ഇന്റഗ്രൽ ആർ സ്ക്വയർ ആർ, അപ്പൊ r/4 സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ. ഈ എന്ത് വേണം? തീറ്റയ്ക്കും ആറിനും ലിമിറ്റും കൂടെ വേണം അല്ലേ? നോക്കാം, ഈ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഈ ഫിഗർ എന്താണ്? എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നുണ്ട്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ആക്സിസ് ആണ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്. അതിനൊന്ന് മാർക്ക് ചെയ്തു. എക്സ് ഈക്വൽ ടു റൂട്ട്, ഇത് എന്താണ് നമുക്ക് ഇങ്ങനെ എടുക്കേണ്ടത്? ക്വസ്റ്റ്യൻ ഇപ്പൊ ഇത് ശരിയാണ്, പക്ഷെ എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ഇന്നർ ലിമിറ്റ് വേരിയബിൾ ആയിരിക്കണം. ഓക്കെയാണ്. പക്ഷെ ഇന്നർ ലിമിറ്റിൽ വന്നിരിക്കുന്നത് എക്സ് ആയതുകൊണ്ട് ആദ്യം ഏത് വേണം? ഡി വൈ ആണ് ആദ്യം വരേണ്ടത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ എന്ത് വരും? ഡബിൾ ഇന്റഗ്രൽ, അതായത് 0 to root 4 minus x square y into x square plus y square. ഇവിടെ എന്താണ് പ്രശ്നം? ആ ഡി വൈ ഡി എക്സ് തിരിച്ചിട്ട് മതി. ഡി വൈ ഡി എക്സ് ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് ഔട്ടർ ലിമിറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ഇന്നർ ലിമിറ്റ് വേരിയബിൾ ആയിരിക്കണം. ഇന്നർ ലിമിറ്റിൽ വന്നിരിക്കുന്ന എക്സ് അല്ലേ, അതുകൊണ്ട് ആദ്യം എക്സ് അല്ല വരേണ്ടത്, വൈ ആണ്. അപ്പം ഇത് തമ്മിൽ പരസ്പരം മാറ്റിയിട്ടാൽ മതി. ഡി എക്സ് ഡി വൈക്ക് പകരം ഡി വൈ ഡി എക്സ് ആണ് വരേണ്ടത്. ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫിഗർ വെച്ചാൽ കിട്ടൂല. എന്താണ്? y equal to 0. y equal to 0 എന്ന് പറഞ്ഞാൽ എന്താണ്? y equal to 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് കണ്ടോ? y equal to 0 x ആക്സിസ്. പിന്നെ എന്താണ്? y equal to root 4 minus x square. അതായത് y equal to root 4 minus x square എന്ന് പറഞ്ഞാൽ എന്താണ്? y square equal to 4 minus x square എന്നല്ലേ? എന്ന് പറഞ്ഞാൽ x square plus y square equal to 4 എന്നല്ലേ? ഇതിന്റെ മീനിങ് എന്താണ്? 0 0 സെന്ററും 2 റേഡിയസും ഉള്ള സർക്കിൾ അല്ലേ? അന്ന് വരയ്ക്കാം. 0 0 സെന്ററും 2 റേഡിയസും ഉള്ള സർക്കിൾ ആണ്. അപ്പൊ ഇവിടെ -2 വരും, ഇവിടെ +2 വരും അല്ലേ? 2 റേഡിയസ് ഉള്ള സർക്കിൾ. ഇനി എന്താണ് വേണ്ടത്? എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ആക്സിസ്. എക്സ് ഈക്വൽ ടു 0. പിന്നെ എന്ത് പറയുന്നുണ്ട്? എക്സ് ഈക്വൽ ടു 2. എക്സിലെ 2 കൂടെ പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ. ഇത്രയും പറയുന്നുണ്ട്. ഇത്രയും ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ഏതാണ്? അതായത് y ഈക്വൽ ടു 0 പറയുന്നുണ്ട്, എക്സ് ഈക്വൽ ടു 0 പറയുന്നുണ്ട്, പിന്നെ ഈ സർക്കിളും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും പോർഷനല്ലേ വരുള്ളൂ അല്ലേ? ഒരു ക്വാഡ്രന്റ് മാത്രമല്ലേ വരുള്ളൂ, ഫസ്റ്റ് ക്വാഡ്രന്റിലെ റീജിയൻ മാത്രം. എക്സ് ഈക്വൽ ടു 0 പറയുന്നുണ്ട്, y ഈക്വൽ ടു 0 പറയുന്നുണ്ട്, പിന്നെ ഈ സർക്കിളും പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? ഒരു ക്വാഡ്രന്റ് മാത്രമേ വരുന്നുള്ളൂ, സർക്കിളിന്റെ ഫുൾ ഭാഗമില്ല, ഒരു ക്വാഡ്രന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ റേഡിയസ് വേരീസ് ഫ്രം എങ്ങനെ? നമ്മളൊരു സ്ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പാണ് എടുക്കുന്നത്. ഇവിടെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒന്നല്ല, നമ്മൾ പോളാറിലോട്ടിലെ മാറ്റിയത്. പോളാറിലോട്ട് മാറ്റുമ്പോൾ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഒന്നും അല്ല വരയ്ക്കുന്നത്, ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പാണ് വരയ്ക്കുന്നത്. ഇവിടെ ഇടയിൽ വരുന്ന ആംഗിളാണ് തീറ്റ. തീറ്റ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? തീറ്റ വേരീസ് ഫ്രം ഇവിടെ 0 to 90 അല്ലേ? 0 to 90. തീറ്റ വേരീസ് ഫ്രം 0 to 90. 0 to 90 എന്ന് പറഞ്ഞാൽ എന്താണ്? π/2. തീറ്റ വേരീസ് ഫ്രം 0 to π/2. റേഡിയസ് ആണെങ്കിലോ r വേരീസ് ഫ്രം 2 റേഡിയസ് അല്ലേ? റേഡിയസ് 2 അല്ലേ? 0 to 2. റേഡിയസ് വേരീസ് ഫ്രം 0 to 2. ഇത്രയും മതി. ന്യൂട്ടൂടെ കൊടുത്താൽ മതി. അകത്തന്നെ 6 കിടക്കുന്നത്. അപ്പൊ 0 to 2. ഡി തീറ്റ വെളിയിലാണ്, 0 to π/2.
ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ 0 to π/2 എന്താണ് സൈൻ തീറ്റ ഒന്ന് അത് കോൺസ്റ്റന്റ് അല്ലേ വെളിയിലാക്കാം. സൈൻ തീറ്റ 0 to 2 r⁴ dr dθ ഇതല്ലേ. ഇത്രയും ആദ്യം ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ 0 to π/2 സൈൻ തീറ്റ എന്താണ് r⁴ ഇന്റഗ്രൽ r⁵/5 ആണ്. 0 to 2 ആണ് dθ ആണ് അല്ലേ. അപ്പൊ എന്ത് വരും? ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 2⁵ 32/5 ആണ്. അതിനെ എവിടെയിലാക്കാം? 32/5 ഇന്റഗ്രൽ 0 to π/2 സൈൻ തീറ്റ dθ എന്ന് വരും അല്ലേ. r⁵ എന്ന് പറയുമ്പോൾ 2⁵ 32/5 ലോവർ ലിമിറ്റ് 0 ആണ്, അതുകൊണ്ട് അതില്ല. ബാക്കി എന്താണ്? 0 to π/2 സൈൻ തീറ്റ dθ. എന്താണ് ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ? 32/5 വെളിയിലോട്ട് ആക്കിയിട്ട് സൈൻ തീറ്റയ്ക്ക് എന്താണ്? മൈനസ് കോസ് തീറ്റ ആണ്. ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ 0 to π/2. ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? 32/5 ഒരു മൈനസ് ഉണ്ട്, കോസ് π/2 മൈനസ് കോസ് 0 അല്ലേ. എന്താണ് കോസ് 90? കോസ് 90 0 ആണ്, കോസ് 0 1 ആണ്. അപ്പൊ എന്ത് വരും? മൈനസ് 32/5 ഇൻറ്റു 0 മൈനസ് 1 എന്ന് വരും. അപ്പൊ എന്താണ്? 32/5 എന്നാണ് ആൻസർ. ഓക്കെ അല്ലേ. അപ്പൊ ഈ റീജിയൻ ഒന്ന് വരച്ച് നോക്കുമ്പോഴത്തേക്കാണ് കറക്റ്റ് ലിമിറ്റ് കിട്ടുന്നത്. എന്നിട്ട് എന്താണ് റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് 0 to ആ റേഡിയസ് വരാം. 0 to 2 ഇവിടെ 2 റേഡിയസ് ഇല്ലേ. അപ്പൊ 0 to 2 തീറ്റ എങ്ങനെയാണ്? ഇവിടെ ഒരു ക്വാഡ്രന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 to 90 ഡിഗ്രി വരെ ഉള്ളൂ. 0 to π/2 വരെ മാത്രമേ ഉള്ളൂ. നമുക്ക് ആൻസർ കിട്ടി 32/5 ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് ഗിവൺ. യൂസ് പോളാർ കോർഡിനേറ്റ്സ് ടു ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ വേർ r ഈസ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ. ഇത് സർക്കിൾ ആണെന്ന് പറയുന്നുണ്ട്. സർക്കിളിന്റെ ക്വാഡ്രന്റ് ആണെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. സർക്കിൾ ആണെന്ന് പറയുന്നുണ്ട്. സർക്കിൾ. അപ്പൊ എന്താണ് x² + y² = 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 0 സെന്ററും 1 റേഡിയസും ഉള്ള ഒരു സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ റേഡിയസ് ഫ്രം എങ്ങനെയായിരിക്കും? തീറ്റ വേരീസ് ഫ്രം സർക്കിൾ ഫുള്ളില്ലേ. എൻക്ലോസ്ഡ് ബൈ ദ സർക്കിൾ. സർക്കിൾ ഫുള്ളുണ്ട്. സർക്കിൾ ഫുൾ ഉണ്ടെങ്കിൽ തീറ്റ വേരീസ് ഫ്രം എങ്ങനെയാണ്? 0 to 360 ഡിഗ്രി വരില്ലേ. 360 ഡിഗ്രി വരുന്നില്ലേ. 0 to 2π. തീറ്റ വേരീസ് ഫ്രം 0 to 2π. റേഡിയസ് ആണെങ്കിലോ r വേരീസ് ഫ്രം 0 to 1 അല്ലേ. റേഡിയസ് 1 ഉള്ളൂ. അപ്പൊ എന്താണ്? റേഡിയസ് വേരീസ് ഫ്രം 0 to 1, തീറ്റ വേരീസ് ഫ്രം 0 to 2π. സർക്കിൾ ഫുൾ ഉണ്ടെങ്കിലാണ് 0 to 2π. സർക്കിളിന്റെ അപ്പർ ഹാഫേ ഉള്ളൂവെങ്കിൽ 0 to π ആണ്. സർക്കിളിന്റെ ഒരു ക്വാഡ്രന്റേ ഉള്ളൂവെങ്കിൽ 0 to π/2 ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് പറയുന്നെങ്കിൽ 0 to π/2 ആണ്. ഇതൊക്കെ നോക്കിക്കൊള്ളുക. ഇനി എന്താണ്? നമുക്ക് പോളാറിലോട്ട് മാറ്റിയിട്ടാണ് ചെയ്യാൻ. അപ്പൊ എന്താണ് പോളാറിലോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ബൈ പുട്ടിങ് x = r cos θ, y = r sin θ, dx dy = r dr dθ അല്ലേ. r dr dθ. അപ്പൊ എന്താണ് x² + y²? x² + y² പറഞ്ഞാൽ r² ആണ്. അതായത് r² cos² θ + r² sin² θ. r² വെളിയിലാക്കുമ്പോൾ cos² θ + sin² θ 1 ആണ്. അപ്പൊ x² + y² = r² എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ എന്താവും? ഡബിൾ ഇന്റഗ്രൽ ഓവർ r e raised - x² + y² dA അല്ലേ. ഡബിൾ ഇന്റഗ്രൽ e raised to x² + y² എന്താണ്? r². dA എന്ന് പറഞ്ഞാൽ എന്താണ്? dx dy അതായത് r dr dθ അല്ലേ. ഈ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എന്താണ്? ഔട്ടർ ആണ് തീറ്റ. അപ്പൊ 0 to 2π ഔട്ടർ ലിമിറ്റ്. ഇന്നർ ആണ് r 0 to 1 അകത്ത്. എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാം? നമുക്ക് ആദ്യം r ഇന്റഗ്രേഷൻ ചെയ്യാം. എന്ത് വരും? ഇത്രയും ചെയ്യണം. എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ വരെ പറ്റുള്ളൂ. r² പകരം t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് r² = t. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? 2r dr = dt അല്ലേ. അപ്പൊ r dr എന്താണ്? dt/2. നമ്മളിവിടെ r² വരെ d എന്ന് കൊടുത്തു. ഡെറിവേറ്റീവ് എടുത്തപ്പോൾ 2r dr = dt. അവിടെ നിന്ന് r dr = dt/2. ഇപ്പൊ എന്തായി? വെളിയിലൊരു ഇന്റഗ്രൽ 0 to 2π ഉണ്ട്. ഇത് എഴുതുക. നമുക്ക് ഈ ലിമിറ്റ് കൊടുക്കണ്ട. കാരണം t ഇല്ലേ ചെയ്യാൻ പോണത്. t കഴിഞ്ഞ് തിരിച്ച് r വന്നിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. e raised to r² പകരം t, r dr പകരം dt/2, പിന്നെ ഒരു dθ അല്ലേ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം.
0 to 2 ഒരു 1/2 വെളിയിലാക്കാമല്ലോ. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി? ഇ റൈസ് ടു മൈനസ് ടി ബൈ -1 ആണ്. ഇ റൈസ് ടു മൈനസ് ടി ബൈ -1 ആണ് അല്ലേ. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ ഉണ്ട്. ഇനി ലിമിറ്റ് കൊടുക്കണം. അപ്പൊ എന്താവും ഇത്? മൈനസ് കൂടെ വെളിയാക്കാം. -1/2 ഇന്റഗ്രൽ 0 to 2 എന്താണ് ഇ റൈസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ആർ സ്ക്വയർ ആണ്. ഇ റൈസ് ടു മൈനസ് ആർ സ്ക്വയർ ആണ്. എന്താണ് ആറിന്റെ ലിമിറ്റ്? 0 to 1 കണ്ടോ. തിരിച്ച് ടി മാറി ആറിലോട്ട് വരുമ്പോൾ ലിമിറ്റ് കൊടുക്കണം. ഇപ്പൊ ടി മാറി ആറിലോട്ട് വന്നപ്പോൾ ലിമിറ്റ് എന്താണ്? 0 to 1. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ ഉണ്ട്. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും? -1/2 ഇന്റഗ്രൽ 0 to 2 അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ഇ റൈസ് ടു -1, ലോവർ ലിമിറ്റ് കൊടുത്തപ്പോൾ ഇ റൈസ് ടു 0 ഡി തീറ്റ. ഇതല്ലേ? അതായത് -1/2 ഇ റൈസ് ടു -1 ഇ റൈസ് ടു -1 വെളിയിലെടുക്കാം. ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ എന്താ ഉള്ളൂ? ഇന്റഗ്രൽ 0 to 2 ഡി തീറ്റയേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? ഇത് മൈനസ് അല്ലേ? ഇതിനകത്തോട്ട് വരുമ്പോൾ എന്ത് വരും? 1 മൈനസ് ഇ റൈസ് ടു -1/2 ഇന്റഗ്രൽ ഓഫ് ഡി തീറ്റ വെറും തീറ്റയാണേ. തീറ്റയുടെ ലിമിറ്റ് 0 to 2 ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും? 1 മൈനസ് ഇ റൈസ് ടു -1/2 2 വെട്ടിക്കളയാം. ബാക്കി കിട്ടുന്നതാണ് ആൻസർ. അതായത് 1 മൈനസ് ഇ റൈസ് ടു -1 into π. ഓക്കെ. Next question is, use polar coordinates to evaluate where R is the center in the first quadrant. Y equal to 0, y equal to x and x square plus y square equal 9. അത് ഈ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. x axis, y axis. എന്താണ് y equal to 0? y equal to 0 is x axis. y equal to 0. y equal to x എന്താണ്? സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ 0 0 1 1 2 2 എക്സെട്ര. y equal to x. ഇനി എന്താണ്? x square plus y square equal 9 എന്ന് പറയുമ്പോൾ 0 0 സെന്ററും 3 റേഡിയസും ഉള്ള സർക്കിളാണ്. ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ഇത് -3 3 സർക്കിളാണ്. താഴോട്ട് കുറച്ച് കൂടിപ്പോയി. ഇനി എന്താണ് പറയുന്നത്? നമ്മുടെ y ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് വരുന്ന ഭാഗത്തിൽ എന്താണ്? y equal to x. y equal to x ഈ സ്ട്രൈറ്റ് ലൈൻ ആണ്. y equal to 0 x ആക്സിസ് ആണ്. പിന്നെ നമ്മുടെ സർക്കിളിന്റെ പോർഷൻ ഇത്രയും കൂടെ ബൗണ്ട് ചെയ്ത റീജിയൻ ഏതാണ്? ഇത്രയും കൂടെ ബൗണ്ട് ചെയ്ത് വരുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിനകത്ത് വരുന്ന റീജിയൻ. ഇത്രയും പോർഷൻ അല്ലേ ഉള്ളൂ അല്ലേ? ഇത്രയും കുഞ്ഞു പോർഷനേ ഉള്ളൂ. ഇനി നമുക്കിതിനെ മാറ്റാം. പോളറിലോട്ട് മാറ്റുന്നതല്ലേ? അപ്പൊ എന്താണ്? എക്സിന് r cos തീറ്റ, വൈക്ക് r sin തീറ്റ, dx dyക്ക് r dr d തീറ്റ. ഇത് ഫോർമുലയായിട്ട് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്താണ്? r സ്ക്വയർ ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താവും? ഡബിൾ ഇന്റഗ്രൽ ഓവർ r 1/1 പ്ലസ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ dA. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താവും? ഡബിൾ ഇന്റഗ്രൽ 1/1 പ്ലസ് എന്താണ്? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ r സ്ക്വയർ അല്ലേ? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ r സ്ക്വയർ ആണ്. dA എന്ന് പറഞ്ഞാൽ dx dy ആണ്. അതെന്താണ്? r dr d തീറ്റ. കണ്ടോ? ഇത്രയും സിമ്പിൾ ആയില്ലേ? നമ്മൾ പോളറിലോട്ട് മാറ്റിയപ്പോൾ ഇത്രയും ചെറുതായിട്ട് വന്നു. ഇനി എന്താണ്? തീറ്റയ്ക്കും ആറിനുള്ള ലിമിറ്റ് മാത്രം മതി. r വേരീസ് ഫ്രം എങ്ങനെ? r വേരീസ് ഫ്രം റേഡിയസ് 3 ആണ്. അപ്പൊ 0 to 3 റേഡിയസ് വേരീസ് ഫ്രം 0 to 3. തീറ്റ ആണെങ്കിലോ? തീറ്റ എങ്ങനെയാണ്? ഇവിടെ ഒരു സ്ട്രിപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പാണ് വരുന്നത്. ഈ ഇടയ്ക്ക് വന്ന ആംഗിളാണ് തീറ്റ. തീറ്റ എങ്ങനെ വരും? 0 മുതൽ π/4 വരെയല്ലേ ഉള്ളൂ. y equal to x എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. അതിന്റെ ആംഗിൾ π/4 എന്നാണ്. 45 ഡിഗ്രി ഉള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് y equal to x. y equal to x എന്ന് പറയുമ്പോൾ 0 0 1 1 2 2 കൂടെ പാസ് ചെയ്യുന്ന അതേപോലെ 45 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് y equal to x. അപ്പൊ എന്താണ്? ഈ ആംഗിൾ 0 മുതൽ π/4 വരെ പോകും. 45 ഡിഗ്രി π/4 വരെ. ഇതാണ് ലിമിറ്റ്. ഈ ലിമിറ്റ് കൊടുത്താൽ മതി. ഔട്ടർ ലിമിറ്റ് തീറ്റയാണ്. അപ്പൊ 0 to π/4. ഇന്നർ r ആണ് 0 to 3. എന്താണ്? നമ്മൾ ആദ്യം ആറിന്റെ ചെയ്യും. ഇതെന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് 1 + r² പകരം t എന്ന് കൊടുക്കാം അല്ലേ?
1 പ്ലസ് ആർ സ്ക്വയറിന് പകരം ടി എന്ന് കൊടുക്കുമ്പോൾ എന്താണ്? ഡെറിവേറ്റീവ് എടുക്കാം. 1ന് 0, ആർ സ്ക്വയറിന് 2r, ആറിന് dr ഈക്വൽ ടു dt അല്ലേ? അപ്പൊ r dr എന്താണ്? dt/2. അതായത് 0 to π/4 ഇന്റഗ്രൽ 1 പ്ലസ് ആർ സ്ക്വയർ എന്താണ്? ടി എന്നാണ് കൊടുത്തത്. r dr-ന് പകരം dt/2 ആണ്. പിന്നെ ഒരു dt കൂടെ ഉണ്ട്. അപ്പൊ 1/2 വെളിയിലാക്കാം. 1/2 ഇന്റഗ്രൽ 0 to π/4 എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1/t dt log t. 1/tക്ക് log t ആണ്. പിന്നെ ഒരു dt കൂടെ ഉണ്ട്. ഇനി എന്താണ് log t എന്ന് പറഞ്ഞാൽ എന്താണ്? t എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? അല്ല, 1 പ്ലസ് ആർ സ്ക്വയർ. ടി തിരിച്ച് റീപ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് 1/2 വെളിയിലുണ്ട്. ഇന്റഗ്രൽ 0 to π/4 ലോഗ് ടി എന്താണ്? 1 പ്ലസ് ആർ സ്ക്വയർ ആണ് ഡി തീറ്റ. ഇനി എന്താണ്? ആറിലോട്ട് മാറുമ്പോൾ ലിമിറ്റ് കൊടുക്കണം. 0 to 3 എന്നുള്ള ലിമിറ്റ് ഇല്ലേ? 0 to 3 എന്നുള്ള ലിമിറ്റ് കൊടുക്കണം. അപ്പൊ എന്ത് വരും? 1/2 ഇന്റഗ്രൽ 0 to π/4 അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ലോഗ് 1 പ്ലസ് 3 സ്ക്വയർ. അപ്പൊ 1 പ്ലസ് 9 ലോഗ് 10. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ലോഗ് 10. ലോവർ ലിമിറ്റ് കൊടുത്തപ്പോൾ 0 ആണ്, ലോഗ് 1. പിന്നെ ഡി തീറ്റ എന്താണ്? ലോഗ് 1. ലോഗ് 1 0 ആണ്. ലോഗ് 10 ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് വരും? ലോഗ് 10/2 ഇന്റഗ്രൽ ഓഫ് ഡി തീറ്റ എന്താണ്? തീറ്റ. ലിമിറ്റ് 0 to π/4 ആണ്. നമ്മൾ കൊടുക്കുമ്പോൾ എന്താവും? ലോഗ് 10/2 ഇൻറ്റു π/4 എന്ന് കിട്ടും. അപ്പൊ എന്താണ്? പൈ ലോഗ് 10/8 എന്നുള്ളതാണ് ആൻസർ. ഓക്കെ. Next question is evaluate the integral by converting into polar coordinates. Question നോക്കിക്കേ. എന്താണ്? ആദ്യം നമുക്ക് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ നോക്കാം. എന്താണ് റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ? x ഈക്വൽ ടു -√4 - y². അതേപോലെ x ഈക്വൽ ടു √4 - x². എന്ന് വെച്ചാൽ എന്താണ്? x² ഈക്വൽ ടു 4 - y² ആണ്. അപ്പൊ x² പ്ലസ് y² ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഇവിടെ നിന്ന് എന്താണ്? x² ഈക്വൽ ടു 4 - y² എന്നാണ്. അതും x² പ്ലസ് y² ഈക്വൽ ടു 4 എന്നാണ്. ഇനി എന്തുണ്ട്? y ഈക്വൽ ടു -2, y ഈക്വൽ ടു 2. y ഈക്വൽ ടു -2, y ഈക്വൽ ടു 2. ഇങ്ങനെ കാണുകയാണെങ്കിൽ ഈ സർക്കിൾ ഫുൾ ഉണ്ട്. സർക്കിൾ ഫുൾ ഉണ്ടെന്നാണ് മീനിങ്. ഒന്ന് ഫിഗർ വരച്ച് നോക്കാം. എന്താണ്? x² പ്ലസ് y² ഈക്വൽ ടു 4 എന്നുള്ളതാണ് നമ്മുടെ റീജിയൻ അല്ലേ? അതായത് 0 0 സെന്റർ ഉള്ള 2 റേഡിയസ് ഉള്ള സർക്കിളാണ്. 0 0 സെന്റർ ഉള്ള 2 റേഡിയസ് ഉള്ള സർക്കിളാണ്. x² പ്ലസ് y² ഈക്വൽ ടു 4. എന്താണ്? ഈ പോയിന്റ് -2 ആണ്, ഈ പോയിന്റ് 2 ആണ്. സർക്കിൾ ഫുൾ ഉണ്ടെന്നാണ്. -2ഉം 2ഉം പിന്നെ ഈ സർക്കിൾ ഫുള്ളും ഉണ്ട് അല്ലേ? നമുക്ക് പോളാറിലോട്ട് മാറ്റിയിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ എന്താണ്? നമ്മുടെ ഇത്രയും പോർഷൻ വരുന്നുണ്ട്, ഫുൾ പോർഷൻ വരുന്നുണ്ട്. സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ എന്താണ്? നമ്മുടെ ഇങ്ങനത്തെ ഒരു സ്ട്രിപ്പാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ ആണ് തീറ്റ. തീറ്റ വേരീസ് ഫ്രം എങ്ങനെയാ? തീറ്റ വേരീസ് ഫ്രം സർക്കിൾ ഫുള്ളില്ലേ? അപ്പൊ 0 to 360 ഡിഗ്രി, 0 to 2π, 0 to 2π. റേഡിയസ് എങ്ങനെയാണ്? 0 മുതൽ 2 റേഡിയസ് ഇല്ലേ? 0 to 2. ലിമിറ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി തന്നെ പോളാറിലോട്ട് മാറ്റാം. നമ്മൾ പോളാറിലോട്ട് മാറ്റിയില്ലായിരുന്നു. എന്താണ് പോളാറിലോട്ട് മാറ്റുമ്പോഴത്തേക്ക്? ഡബിൾ ഇന്റഗ്രൽ എന്താണ് കൊടുക്കുന്നത്? എക്സിന് പകരം r cos തീറ്റ, വൈക്ക് പകരം r sin തീറ്റ. അപ്പൊ x² പ്ലസ് y² എന്താണ്? r². ഇനി എന്താണ്? dx dyക്ക് പകരം r dr d തീറ്റ. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ഇത്രയും ചെയ്യും. അപ്പൊ എന്താവും? ഡബിൾ ഇന്റഗ്രൽ e⁻⁻ എന്താണ്? x² പ്ലസ് y² r², e⁻⁻r², dx dyക്ക് പകരം r dr d തീറ്റ. കണ്ടോ? ഇത്രയും സിമ്പിൾ ആയില്ലേ? ഇനി ലിമിറ്റ് എന്താണ്? ആറിനും തീറ്റയ്ക്കും. തീറ്റയാണ് ഔട്ടർ. അപ്പൊ 0 to 2π കളിയില്ലേ? ഇന്നർ ലിമിറ്റ് 6 ആണ്. 6 0 to 2. ചെയ്ത് നോക്കാം. അത് ഇത്രയും ചെയ്യാനേ പറ്റുള്ളൂ. എന്താണ്? r² t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. r² t എന്ന് കൊടുക്കുമ്പോൾ ഡെറിവേറ്റീവ് എന്താണ്? 2r dr ഈക്വൽ ടു dt. അപ്പൊ r dr ഈക്വൽ ടു dt/2 അല്ലേ? അപ്പൊ എന്താവും? ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ e⁻⁻r² എന്ന് പറഞ്ഞാൽ -t, r dr ന് dt/2
പിന്നെ ഡി തീറ്റ എന്താവും 1/2 വെളിയിലാക്കാം. ഇന്റഗ്രൽ 0 to 2π. എന്താണ് ഇന്റഗ്രൽ ഓഫ് e റൈസ് ടു മൈനസ് ടി? e റൈസ് ടു മൈനസ് ടി ബൈ -1 ആണ്. e റൈസ് ടു മൈനസ് ടി ബൈ -1 ആണ്. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ ഉണ്ട്. മൈനസ് വെളിയിലാക്കാം. -1/2 ഇന്റഗ്രൽ 0 to 2π e റൈസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? r². പിന്നെ ഡി തീറ്റ അല്ലേ? തിരിച്ച് ആറിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ആറിന്റെ ലിമിറ്റ് വേണം. ആറിന്റെ ലിമിറ്റ് 0 to 2 ആണ്. കണ്ടോ? ആറിന്റെ ലിമിറ്റ് 0 to 2 ആണ്. ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും? ഒരു -1/2 വെളിയിലുണ്ട്. ഇന്റഗ്രൽ 0 to 2π അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോഴത്തേക്ക് -r² e റൈസ് ടു -4. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e റൈസ് ടു 0. പിന്നെ ഒരു ഡി തീറ്റയും കൂടെ ഉണ്ട്. അതായത് -1/2 e റൈസ് ടു -4. e റൈസ് ടു 0 1 ആണ്. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഡി തീറ്റ? തീറ്റ ലിമിറ്റ് 0 to 2π. അപ്പൊ എന്ത് വരും? ഇത് മൈനസ് ഉള്ളിടത്തുനിന്ന് തിരിച്ചിടാം. 1 - e റൈസ് ടു -4/2 ഇൻറ്റു ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π കൂടെ വരും അല്ലേ? അപ്പൊ ആൻസർ എന്താണ്? 2 വെട്ടിപ്പോയിട്ട് 1 - e റൈസ് ടു -4 ഇൻറ്റു 2 എന്നുള്ളതാണ് ആൻസർ. 2 അല്ല π ഇൻറ്റു π. ഇതാണ് ആൻസർ. π ഇൻറ്റു 1 - e റൈസ് ടു -4. ഓക്കെ, താങ്ക് യു.